നമുക്കിന്നേ ഈ ബ്രെഡ് വെച്ചൊരു സാധനം ഉണ്ടാക്കിയാലോ, ഒരു ചിക്കൻ സാൻഡ്വിച്ച്. അപ്പോൾ ഈ പാത്രത്തിലിരിക്കുന്നതാണ് ചിക്കൻ. ഈ ചിക്കൻ്റെ അകത്ത് ഞാൻ ഇനി ബോൺലെസ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊന്ന് സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കാശ്മീരി ചില്ലി, എരിവ് നമുക്ക് വേണ്ട, പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞു വെക്കാം. കുറച്ച് ക്യാബേജും ഒരു പകുതി ക്യുക്കുംബറും പിന്നെ ഒരു ചെറിയ ക്യാരറ്റും, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് മയോണൈസ് ഉണ്ടാക്കണം. മയോണൈസ് റെഡി ആയി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ തണുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അതും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി മയോണൈസും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ടൊമാറ്റോ സോസ് ആണെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ സോസ് ആണെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന റെഡ് ചില്ലി സോസ് ആയിരുന്നു. ഇവിടെ ഒന്ന് എടുത്തപ്പോഴാണ് പണി വാളിയ കാര്യം മനസ്സിലായത്. അതുകൊണ്ടാണ് അത് ചേർക്കാതിരുന്നത്. പിന്നെ ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസ് ചെയ്തെടുക്കണം. അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്രൗൺ പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഫില്ലിങ് അതിലേക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഷവർമയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ടേസ്റ്റ് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും.